മൻ തവല്ലഅ, ഒരാൾ വുളൂ ചെയ്തു, ഫഅഹ്സനൽ വുളൂഅ, ആ വുളൂഇനെ അവൻ നന്നാക്കി ചെയ്തു, വസല്ല റക്അതൈൻ, എന്നിട്ട് അവൻ 2 റക്അത്ത് വുളൂഇന് വേണ്ടി നിസ്കരിച്ചു. അങ്ങനെ ചെയ്താൽ അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു തആല പൊറുക്കുകയും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ഇങ്ങനെയാണ് ഞാനും നിങ്ങളും ശുദ്ധരായി ജീവിക്കേണ്ടത്. ആ ഒരു 2 റക്അത്തിന്റെ ആത്മാർത്ഥത കൊണ്ട് അല്ലാഹു തആല അവനെ സംബന്ധിച്ച് പറയുന്നത്, ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ആ ശുദ്ധിയിലേക്ക് അവനെത്തുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അവിടുന്ന് ചോദിച്ചു, അലാ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിമാ യുകഫിറു ബിഹിൽ ഖതായ, നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ച്, വയുർഫഉ ബിഹിദ് ദറജാത്ത്, നിങ്ങൾക്ക് അല്ലാഹു തആല ഒരുപാട് സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു തരുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ. മുസ്തഫ സലാത്തുറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ഞാൻ അറിയിച്ചു തരട്ടെയോ. അവിടുന്ന് പറഞ്ഞു, ഇസ്ബാഉൽ വുളൂഇ അലൽ മകാരിഹ് വനഖ്ലുൽ അഖ്ദാമി ഇലൽ മസാജിദ്. വുളൂ ചെയ്യുമ്പോ നന്നായിട്ട് കയറ്റി വുളൂ ചെയ്യുക. സത്യത്തിൽ കൈ മുട്ടോടുകൂടെ കഴുകേണ്ടതുള്ളൂ. കുറച്ചുകൂടെ മുകളിലേക്ക് കഴുകുക, കുറച്ചുകൂടെ മുകളിലേക്ക് കഴുകുക, തല മുഴുവനായി തടവുക. അങ്ങനെ അവയവങ്ങൾ പൂർണ്ണമായിട്ടും ആ വുളൂഇൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ചെയ്യൽ നിങ്ങളുടെ ദോഷങ്ങൾ പൊറുക്കുന്ന കാര്യമാണ്. വനഖ്ലുൽ അഖ്ദാമി ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് നിങ്ങൾ യാത്രയാവുകയും ചെയ്യുക. വന്തിലാറുസ് സ്വലാത്തി ബഅദസ് സ്വലാത്ത്, ഒരു നിസ്കാരത്തിന് ശേഷം നിങ്ങൾ മറ്റേ നിസ്കാരം പ്രതീക്ഷിക്കുകയും ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇദാ തവല്ലഅൽ അബ്ദു, ഒരടിമ വുളൂ ചെയ്തു, ഫതമൽമല, അവൻ വായിൽ വെള്ളം കുപ്പിളിച്ചു, ഖറജത് ഖതായാ മിൻ ഫീഹി, അവന്റെ ദോഷങ്ങൾ മുഴുവൻ അവന്റെ വായിലൂടെ ഒഴുകിപ്പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദസ്തൻസറ, അവൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റിയാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ശാസ്ത്രീയതയാണ് അള്ളാഹുവിന്റെ റസൂൽ ഈ സുന്നത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. മൂക്ക് എന്ന് പറഞ്ഞാൽ എല്ലാ മാലിന്യങ്ങളും വന്ന് ചേരുന്ന ഒരിടമാണ്. കാരണം നിരന്തരമായിട്ട് ശ്വാസം അല്ലാഹു തആല നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്, ശ്വാസവും ഉച്ഛ്വാസവും. എത്ര സൂക്ഷ്മമായ പൊടികളാണെങ്കിലും ചെളിയാണെങ്കിലും ശ്വസിച്ചാൽ അത് മുകളിലേക്ക് അങ്ങ് കയറിപ്പോകും. നമ്മുടെ ശരീരത്തിലുള്ള പല ഭാഗങ്ങളും രോമവൃതമാകുന്നത് പ്രായം കുറെ കഴിഞ്ഞിട്ടാണെങ്കിൽ നാസാരന്ധ്രത്തിൽ അല്ലാഹു തആല ആ രോമങ്ങളെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, അല്ലാഹു തആല അതിന്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ചെറിയ നനവിനെയും നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ നനവ്. എന്തിന്? ഈ പൊടി അങ്ങ് ഉള്ളിലേക്ക് കയറിപ്പോകരുത്, ശ്വാസകോശത്തിലെത്തരുത്. അവിടെ രോമങ്ങളും അപ്രകാരം ചെറിയ ഒരു നനവും നൽകി. എത്ര വലിയ ശാസ്ത്രീയമായ സംവിധാനമാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. നിങ്ങളൊരു ഡ്രസ്സ് അലക്കിയിട്ടാൽ അതിൽ കുറച്ച് നനവുണ്ട് എങ്കിൽ അതിലൂടെ പോകുന്ന പൊടികൾ മുഴുവൻ ആ ഡ്രസ്സിൽ വന്ന് ചേരുന്നത് പോലെ നനവുള്ളയിടത്ത് പൊടികൾ മുഴുവൻ പറ്റിപ്പിടിക്കും. അവിടെയാണ് അല്ലാഹു തആല നിങ്ങൾ വുളൂ ചെയ്യുമ്പോ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതിനൊപ്പം നിങ്ങൾ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുമെന്ന് മാത്രമല്ല, ഖറജത് ഖതായാ മിൻ അൻഫിഹി, അവന്റെ മൂക്കിലൂടെ കുറെ ദോഷങ്ങൾ താഴേക്ക് പോകും. അവന്റെ മുഖം അവൻ കഴുകിയാൽ അവന്റെ മുഖത്തുകൂടെ ഒഴുകുന്ന അവസാനത്തെ തുള്ളിയിലൂടെ അവന്റെ എല്ലാ ദോഷങ്ങളും അല്ലാഹു തആല മായ്ച്ചു കളയുന്നതാണ്. അവന്റെ കണ്ണിലൂടെ കളയുന്നതാണ്, അവന്റെ കയ്യിലൂടെ കഴിയുന്നതാണ്. കാല് കഴുകിയാൽ, ചെവി തടവിയാൽ, അങ്ങനെ ഓരോ അമലുകൾക്കും അല്ലാഹു തആല അവന്റെ പാപങ്ങളെ പൊറുക്കുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇതേ ഉണ്ടാവുള്ളൂ. നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയോ?
നമുക്ക് പോരാടാൻ കഴിയോ? നമുക്ക് യുദ്ധക്കളങ്ങളിലേക്ക് എടുത്തു ചാടി ശരീരത്തെ സമർപ്പിക്കാൻ കഴിയോ? നമ്മൾ സ്വർഗം നേടേണ്ടത് ഇതുപയോഗിച്ചാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ വന്നത്, അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നത്, അതിനുവേണ്ടിയാണ് ഞാനും നിങ്ങളും മനസ്സിൽ പ്രതിജ്ഞയെടുക്കേണ്ടത്. അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു തആല അൻഹു വയോവൃദ്ധനായിരുന്നു, കാലിന് മുടന്തുള്ളയാളുമായിരുന്നു, നടക്കാൻ കഴിയില്ല, മുടന്തി നടക്കുന്നയാളായിരുന്നു. ഈമാൻ ശക്തമായി ഹൃദയത്തിൽ സൂക്ഷിച്ചയാളാണ് അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു തആല അൻഹു. ബദർ യുദ്ധം കൊടുമ്പിരിക്കൊള്ളാൻ സമയത്ത് മക്കൾ സമ്മതം നൽകിയില്ല, അതുകൊണ്ട് ബദറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഉഹദിന്റെ സമയമായപ്പോ മക്കളോട് പറഞ്ഞു, മക്കളെ, എന്നെ ഒരിക്കലും നിങ്ങൾ ഈ പോരാട്ടത്തിൽ നിന്ന് തടയരുത്, എനിക്ക് നിങ്ങൾ സമ്മതം നൽകണം. മക്കൾ പറഞ്ഞു, ബാപ്പാ, നിങ്ങൾ വൃദ്ധനാണ്, തന്നെയുമല്ല നിങ്ങൾ മുടന്തനുമാണ്, നിങ്ങൾ ഒരിക്കലും ഞങ്ങളോടുകൂടെ പോരേണ്ടതില്ല പിതാവേ, നിങ്ങൾക്കിതാ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോട് കാരണം ബോധിപ്പിച്ചു കൊള്ളാം. ആ പിതാവ് പിന്നെ മക്കളോട് സംസാരിക്കാൻ നിന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി, നബിയേ, എന്റെ പിതാവ്, എന്റെ മക്കൾ എനിക്ക് സമ്മതം നൽകുന്നില്ല, എനിക്കങ്ങൊന്ന് പറയണം, എനിക്ക് വേണ്ടി മക്കളോട് അങ്ങൊന്ന് പറയണം നബിയെ. മക്കളോട് പറഞ്ഞു, നബി, മക്കളെ, നിങ്ങളുടെ പിതാവിന്റെ ആഗ്രഹമല്ലേ ലഅല്ലല്ലാഹ് അൻ യർസുഖഹു ഷഹാദാ, അല്ലാഹു നിങ്ങളുടെ പിതാവിന് ഷഹാദത്ത് നൽകിയേക്കാം. തന്നെയുമല്ല, ഇന്നീ അറാ, ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ് പറയുകയാണ്, അൻ അതഅബി ഉർജതി അൽ ജന്ന, എന്റെ ഈ മുടന്തുള്ള കാലുമായി സ്വർഗത്തിൽ എനിക്ക് കയറാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നബിയേ. ഇങ്ങനെയാണ് അവർ സ്വർഗത്ത് പോയത്, ഇങ്ങനെയാണ് അവരതിൽ ചവിട്ടിയത്. യുദ്ധം കഴിഞ്ഞു, നബി തിരുമേനി ഇങ്ങനെ നോക്കുകയാണ്, ആരൊക്കെയാണ് ശുഹദാക്കളായത്. ഓരോരുത്തരെയും നോക്കിയപ്പോഴതാ വെട്ടേറ്റുകൊണ്ട് ചെഞ്ചായമണിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ജമൂഹ റളിയല്ലാഹു തആല അൻഹു കിടക്കുകയാണ്. കിടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. അവിടുന്ന് പറഞ്ഞു, നിങ്ങളാരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് നിങ്ങളാരെങ്കിലും മുറിവേറ്റാൽ, ആരുടെയെങ്കിലും ശരീരത്തിൽ നിന്ന് രക്തമൊഴുകിയാൽ, നാളെ അവൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരുന്നത് രക്തത്തിന്റെ നിറം കുങ്കുമവർണ്ണമായിട്ടാണ്, ഗന്ധം കസ്തൂരിയുടെ ഗന്ധമായിട്ടാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് അവര് സ്വർഗത്തിൽ കടന്നത്. നമുക്ക് കടക്കാനോ? അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ ഷഹാദത്തും ഈ വുളൂഉം ഈ സുന്നത്തുകളുമേ ഉള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ.